കയ്യിൽ ലെറ്ററൊക്കെ ഉണ്ടല്ലോ. ഞാൻ അവിടുത്തെ പോസ്റ്റ്മാൻ. പേര് സുഗതൻ. എവിടെ നിന്ന് വരുന്നു? എന്താ പേര്? ഞാൻ ജില്ലാ കോടതി. സാറിന് എവിടെ പോണം? മീനമ്മ, 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 മീനമ്മ. എന്താടാ? അപ്പോ മീനാമ്മച്ചി ഒന്നും അറിഞ്ഞില്ലേ? കുട്ടപ്പഞ്ചേട്ടൻ ബോധം കെട്ട് വീണു. ഞങ്ങളെ അകത്തേറ്റ് കിടത്തിയത്. എന്താ അറ്റാക്കാണോ? ഏയ്, ജപ്തി നോട്ടീസ് വന്നു ഈ മുതലാളിയുടെ. എന്തെങ്കിലും ഒരു വഴിയുണ്ടോ മീനാക്ഷിയമ്മേ? നമുക്ക് ഈപ്പനൊന്ന് പോയി കണ്ടാലോ കുട്ടപ്പ? എനിക്ക് അവനെ ഫേസ് ചെയ്യാൻ പ്രയാസമാ. അങ്ങനെ പറഞ്ഞു നോക്കൂ കുട്ടപ്പ, ഞാനും കൂടെ വരാം. ഉച്ചയ്ക്ക് 1 മണിക്ക് മുമ്പാണ് ഒരാളെ കണ്ടുമുട്ടുന്നതെങ്കിൽ ഗുഡ് മോർണിംഗ് എന്നും, 1 മണി മുതൽ 5 മണി വരെയുള്ള സമയമാണെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ എന്നും, 5 മണിക്ക് ശേഷമാണെങ്കിൽ ഗുഡ് ഈവനിങ് എന്നും ആണ് പറയേണ്ടത്. രാത്രി കണ്ടുമുട്ടുകയാണെങ്കിൽ ഗുഡ് ഈവനിങ് എന്നും, രാത്രി പിരിയുമ്പോൾ മാത്രമാണ് ഗുഡ് നൈറ്റ് പറയുക. രാത്രി പിരിഞ്ഞില്ലെങ്കിൽ അപ്പൊ എന്താണാവോ പറയാ? അതൊന്നും എഴുതില്ലല്ലോ ഇവര്. അതിന് വേറെ കാശ് കൊടുക്കണം. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. വാട്ട് ഈസ് ദ ടൈം? 10 മണി. കാലത്ത് 9 മണിക്ക് ശേഷമാണെങ്കിൽ ഗുഡ് മോർണിംഗ് എന്നും, ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷമാണെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ എന്നും, ഉച്ച 5 മണിക്ക് ശേഷമാണെങ്കിൽ ഗുഡ് ഈവനിംഗ് എന്നാണ് പറയാ. മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിംഗ്, ഗുഡ് നൈറ്റ്, പിന്നെ ഗുഡ് മിഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. You have breakfast? Yes, I had. Yesterday you have dinner? Yes, sir. And lunch? Yes. 3 നേരം ഉരുട്ടി വിഴുങ്ങുണ്ടല്ലോ, എന്നിട്ട് ശരീരത്തിലൊന്നും കാണുന്നില്ലടോ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഈ കമ്പനിയുടെ ഉടമസ്ഥൻ ഞാനാണ്. ഇവിടെ ഗുഡ് മോർണിംഗ് കൊടുക്കണോ മേടിക്കണോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. നീ ആയിട്ടൊന്നും വേണ്ട. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. യു ആർ മാരീഡ്? നോ സർ. ഹൗ മെനി ചിൽഡ്രൻ? സർ, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിച്ചില്ലെങ്കിൽ എന്താ കുട്ടികളുണ്ടാവില്ലേ? എന്ത് വൃത്തിയുടെ ആൾ പറയണേ. സാരമില്ല ലീലാമ്മേ, അങ്ങേര് ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കല്ലേ. അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ ബിസിനസ് ടൂർ പോകാനായിട്ട്. അതൊക്കെ പോട്ടെ, സത്യത്തിൽ എത്ര കുട്ടികളുണ്ട്? ഇപ്പം പുതിയതാണല്ലോ, ഇംഗ്ലീഷ് ഒന്ന് പൂച്ചാലോ. Who are you? I'm Mr. Kanappan, textile engineer from Delhi. Who's the owner of this factory? These instruments are dangerous for the people. I will never allow the people to work like this. I want to meet the manager right now. Can you let me know who the manager is? Hello, excuse me. What a stupid fellow. I don't know what his problem is. ഇവൻ എന്തിനാ ഇപ്പം എന്നെ ചീത്ത പറഞ്ഞേ? ഇങ്ങനെയൊക്കെ ഇംഗ്ലീഷ് പറയണമെങ്കിൽ ഞാൻ 3 ജന്മം ജനിക്കണം. പുസ്തകത്തിൻ്റെ കാശ് പോയാ പിശാശ്. സാർ എന്താ ഇന്ന് വൈകിയെന്ന് ചോദിക്കടാ. സാറ് വൈകിയില്ലോ, ഞാനല്ലേ വൈകിയത്. ശമ്പളം തരുന്നവൻ പറയുന്നത് അനുസരിക്കടാ. ഒബൈ. ഓ, സാറെന്താ വൈകിയേ? I am coming the factory. One elephant crossed the road. Papan and the elephant fighting. Then I am late. You understand? Yes sir. You get out. ശരി sir. ഇവിടെ വാ. And come 1 tea. Okay. Unsuitable പോരായ്മ, unsuitable പോരായ്മ, unsuitable പോരായ്മ, unsuitable പോരായ്മ. ഹലോ, ആരെ? അയാളെ കയറ്റിവിട്, അയാളെ മാത്രം. ഇടിഞ്ഞു പൊളിഞ്ഞ് 5-6 കടമുറി, ഷടാങ്ക് പടം മാത്രം കളിക്കുന്ന ഒരു പരട്ട തിയേറ്റർ, 2 മനുഷ്യർക്ക് താമസിക്കാൻ പാറാവളയം പോലൊരു കുടി. തനിക്ക് എന്തിനാ കുട്ടപ്പ ഇതിന് മാത്രം സ്വത്തുക്കള്? സ്പിന്നിംഗ് മില്ല് തുടങ്ങാനുള്ള എന്റെ വീതം 1 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയ കോടികൾ വിലയുള്ള എന്റെ വസ്തുക്കൾ തനിക്ക് ഞാൻ പണയം തന്നത്. 8-10 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഇതെല്ലാം കൂടി പറ്റിച്ചെടുക്കാൻ തനിക്കൊരു മനസാക്ഷിക്കുത്തും ഇല്ലേ ഈപ്പച്ച? നമ്മുടെ അപ്പനപ്പൂപ്പന്മാരൊന്നും വേലയെടുത്ത് ഉണ്ടാക്കിയ മുതലല്ലോ കുട്ടപ്പ ഇതൊന്നും. കട്ടും മൂട്ടിച്ചുണ്ടാക്കിയതല്ലേ ഈപ്പച്ച? മോഷണ മുതലിന്റെ വീതം ചോദിക്കാൻ ഇറങ്ങിയതാ താൻ. ഈപ്പച്ച ഓടാ, അറക്കളം പീലിയുടെ മോനെ. ഞാൻ കുണ്ടുകുഴിയിൽ ഇട്ടിയുടെ മോൻ. ഇട്ടിയും പീലിയും മുഖം മൂടി വെച്ച് നാട് മുഴുവൻ കട്ടുമുടിച്ച 2 പേരും കള്ളന്മാര്. പാരമ്പര്യത്തിന്റെ വഴി നോക്കിയാ നമ്മളും കക്കാനിറങ്ങേണ്ടവരാ. പക്ഷെ ഞാൻ മോഷണം അങ്ങ് നിർത്തി. വീട്ടുപേര് പോലും മാറ്റി. മലയിൽ ജുവലേഴ്സ്, മലയിൽ സ്പിന്നിംഗ് മിൽസ്, മലയിൽ പ്ലാന്റേഷൻസ്. അതേടോ, കുഴിയിൽ കിടന്നവൻ മലയിലോട്ടങ്ങ് കയറി. താനോ
വേലയും കൂലിയുമില്ലാത്ത പാഴ് ജന്മം. നിർത്താ. നിന്നോട് ഇരക്കാൻ വന്നത് എന്റെ തെറ്റ്. ദൈവം എന്നൊരാളുണ്ട് കേട്ടോടാ പൊന്ന ഈപ്പ. ഒന്ന് നിന്നേ. എന്തുറപ്പിലാടോ താൻ ദൈവത്തെ കൂട്ടുപിടിച്ചത്? സ്വന്തം അപ്പനെ കൊന്നവനല്ലടാ നീ. എടോ. നീ അപ്പാവിയ. നിന്നെ ഞാൻ മേല് നോവിക്കുകയല്ല. പക്ഷെ നിന്റെ ഒരു മോനുണ്ടല്ലോ, കൊച്ചു ബേബി, അവനെ ഞാൻ തീർക്കും. പറഞ്ഞു വരുമ്പോ എന്റെ ഒരു കൊലപാതകത്തിന് സാക്ഷിയാണവൻ. വർഷങ്ങൾ കഴിഞ്ഞു. എന്നാലും അവൻ നിരൂപിച്ചാൽ എനിക്ക് സർക്കാർ വക ഒരു കയർ ഉറപ്പാ. 10ാമത്തെ വയസ്സിൽ നിന്നെ പേടിച്ച് നാട് വിട്ട് ഓടിപ്പോയവനാ എന്റെ കൊച്ചു ബേബി. അവൻ ആയുസോടെ എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നെന്ന് വെച്ച് നിനക്കൊരു നഷ്ടവും ഇല്ലല്ലോ ഈപ്പച്ച. ഇല്ല, ആയുസോടെ എവിടെയെങ്കിലും പണ്ടാറടങ്ങിയ എനിക്കൊരു ദോഷവുമില്ല. പക്ഷേ ഈയിടെയായി ഉറക്കത്തിൽ എനിക്ക് ചില ദുസ്വപ്നങ്ങള്. നിന്റെ കൊച്ചു ബേബി തിരിച്ചു വരണു. എന്റെ വല്യപ്പച്ചനെ കൊന്ന ഈപ്പച്ചായനെ എവിടെയാണെന്ന് ചോദിച്ചു. ചിരിക്ക. വല്ലവനും കണ്ട സ്വപ്നത്തിന് നീ കേറി സന്തോഷിക്കലടാ കുട്ടപ്പ. കൊന്നുകളയും ഞാൻ അവന്. വയസ്സാം കാലത്ത് നിനക്കിനി എന്തിനാടാ ഒരു മോൻ? അവൻ ചത്തുപോട്ടാ കൊച്ചു ബേബി. കൊല്ലടാ അവനെ. തലമുറകളുടെ ശാപമാണ് മീനാക്ഷി അമ്മേ എന്റെ അപ്പന്റെ ശാപം. ഇപ്പം പറഞ്ഞത് നേരാ. അപ്പനെ കൊല്ലാൻ കൂട്ടുനിന്നവനാ ഞാൻ. പോട്ടെ കുട്ടപ്പ, സംസാരം വേണ്ട. അപ്പൻ കുംസാരിക്കാൻ പള്ളിയിലേക്ക് പോയ ആ പോക്ക് ഇപ്പോഴും എന്റെ കൺമുമ്പിലുണ്ട്. നിനക്ക് എന്നാ പറ്റിയടാ ഉവേ? പരുന്തുംകാലേ പോവും. ആര്? തലമുറകള് പരുന്തുംകാലേ പോവൂട്ടി. കുട്ടപ്പൻ 2ാം കെട്ട് കെട്ടിയതോടെ വീടൊരു നരകമായി. നീ ഒരു പഴഞ്ചൊല്ലി കേട്ടിട്ടില്ലേ? കക്ക മുടിയും മുടിയ കക്കും. ഇതെന്റെ മാത്രം കാര്യമല്ല, നിന്റെ ചെറുക്കനും പോക ഈപ്പൻ. വീലിച്ചായൻ എന്നെ വിളിച്ചായിരുന്നു. നിന്റെ ഒക്കെ നിലനിപ്പെന്ന് പറയണത് ഞങ്ങൾ അപ്പന്മാര് കട്ടും മോട്ടിച്ചു ഉണ്ടാക്കിയ മുതലാ മോനെ. ഈപ്പ മോഷണ മുതല് നിലനിൽക്കുകയില്ല. ഈ ലോകത്ത് തന്നെ അതിന് ശിക്ഷയുണ്ട്. ശിക്ഷയെന്നൊഴിയാൻ പക്ഷെ വഴിയുണ്ട്. തട്ടിച്ചും പറ്റിച്ചും ഉണ്ടാക്കിയത് മുഴുവൻ അതിന്റെ അവകാശികൾക്ക് മടക്കി കൊടുക്കുക. ഞാൻ സമ്മതിച്ചു. പക്ഷേ പീലിച്ചായന്റെ മോൻ സമ്മതിക്കുവോ? ഇന്ന് രാത്രി നമുക്കൊന്ന് കൂടാം. വെള്ളപ്പുറത്താണല്ലോ നമ്മൾ അലവലാദികളായത്. വെള്ളപ്പുറത്ത് തന്നെ നമുക്ക് അങ്ങ് നന്നാകാം. മുതല് തിരിച്ചു കൊടുക്കാന്നൊക്കെ പറയുമ്പോ അതിപ്പോ പീലിച്ചായൻ ഒറ്റയ്ക്ക് കൊടുത്താലും ഞങ്ങളും കൂടെ നാറും. നിങ്ങൾ തന്തമാര് പണ്ട് കള്ളന്മാരാന്ന് വെച്ച് ഞങ്ങള് മക്കൾ എന്തിനാ സഹിക്കണേ? ഞങ്ങള് കുറെ ഡീസന്റാ പീലിച്ചായ. അങ്ങനെയല്ലല്ലോ നീ നേരത്തെ പറഞ്ഞത്. നമ്മുടെ കാലം വരെ ഇത് ഇങ്ങനെ തന്നെ പോട്ടടാ പീലി. പിള്ളേരുടെ കാലത്ത് അവർ ഇഷ്ടം പോലെ ചെയ്യട്ടെ. മതി, ഞാൻ പോണ്. അല്ല പീലിച്ച മാറിയില്ലടാ. കൊല്ലല്ലേ പീലിച്ചായ, കൊല്ലല്ലേ. മോനെ കൊച്ചുബേബി. അപ്പനോ? അല്ല അപ്പാ. എടാ കൊച്ചുബേബി നീ വന്നേ. എടാ വല്യപ്പച്ചൻ എഴുന്നേറ്റ് പോയത് നീ കണ്ടില്ലേ? ഇല്ല, ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. എന്നാ പോയി കിടന്ന് ഉറങ്ങിക്കോ. പോയിക്കോ. പാതിരയ്ക്ക് നാട് മുഴുവൻ ഓടാൻ ആരുടെ ശുപാർശ വേണ്ട, ഒക്കെ തട്ടിപ്പാ. ഒന്നും മിണ്ടായിരിക്കടി. അത് എനിക്ക് ഒരു അസുഖവും ഇല്ല. എന്നാലും എന്റെ തമ്പുരാനെ, ഇങ്ങനെയും ഭാവാപനി നടത്തുമോ മനുഷ്യര്? നീ ഒന്ന് പോയേ പോയേ പോ പോ പോ.
ആളായും മങ്ങാട്ടച്ഛനായും വേഷം മാറാൻ പീലിക്ക് നിമിഷങ്ങൾ മതി. മനുഷ്യരെ പറ്റിക്കാൻ ഇതൊക്കെ മതി. പക്ഷേ ദൈവം തമ്പുരാന്റെ മുമ്പില് എന്റെ മാറുവേഷങ്ങളൊന്നും വില പോവില്ല. നിനക്കറിയോ കൊച്ചു ബേബി, ഇന്ന് എനിക്കെന്റെ ഈട്ടി നഷ്ടപ്പെട്ടു. ആ ചോര എന്റെ തലമുറകളോട് കണക്ക് ചോദിക്കും. അത് പാടില്ല, പാടില്ല. എനിക്കൊന്ന് കുമ്പസാരിക്കണം. മീനോമച്ചി, മീനോമച്ചി, മീനോമച്ചി. എന്റെ ഈശ്വര, ഈ പാതിരാത്രിയിൽ നീ ഒറ്റയ്ക്ക് വന്നോ? എന്താടാ കുടിയാ വിശേഷം? ഒന്ന് ഫോൺ ചെയ്യണം, പള്ളിയിലോട്ട്. പള്ളിയിലോട്ടോ? നീ വാ. വീട്ടിലെ ഫോൺ അപ്പന്റെ മുറിയിലാ. അപ്പൻ ഇതറിയരുതെന്ന് വല്യപ്പച്ചൻ പ്രത്യേകം പറഞ്ഞു. പീലിച്ചായന് എന്തു പറ്റി? വല്യപ്പച്ചന് തീരെ മേല. വികാരി അച്ഛനെ കാണണം, കുമ്പസാരിക്കണമെന്നൊക്കെ പറഞ്ഞു. എനിക്ക് പേടിയാ മീനോമച്ചി. നീ ഇങ്ങോട്ട് വരുന്നത് ആരെങ്കിലും കണ്ടോ? ഇല്ല. സ്വർണ്ണക്കുരിശ്, വെള്ളിക്കുരിശ്, അലുമിനിയ കുരിശ്, മരക്കുരിശ്, മെത്രാപോലീത്ത, സാദാ മെത്രാൻ, സഹായ മെത്രാൻ, അച്ഛൻ, കപ്പ്യാര്, കന്യാസ്ത്രീ, ചെമ്മാച്ചൻ. എന്റെ അപ്പന്റെ ശവടക്കിന് ഈ ഇടവക മാത്രമല്ല, ഈ അതിരൂപത മുഴുവനും ഞെട്ടണം. നിങ്ങൾ ബലാത്കരമായി സ്വർഗരാജ്യത്തിലേക്ക് കടന്നു വരുവിൻ, അങ്ങനെയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് അത് വേറെ അർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് ഈ പച്ച. ഏത് കർത്താവ്? അങ്ങനെ ഒരു ആളില്ലച്ചോ. ഇതൊക്കെ വെറും വയറ്റിപ്പഴപ്പ. ഓ, ദേ വേറെ ആരാണ്ടോ മരിച്ചു. അച്ഛൻ ഇന്ന് കോള് തന്നെ. ഈ ഇടവകയിൽ ഇന്ന് എന്താ കൂട്ടമരണോ? ദേ ഫോൺ ഞാൻ എടുക്കാം, അച്ഛൻ എളുപ്പം ഒന്ന് റെഡി ആയിക്കോ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യ നീ, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. പറയാ എളുപ്പാണ്. ഹലോ, വികാരി അച്ഛനാണോ? അതെ, ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ആ, പീലിച്ചായന് കുമ്പസാരിക്കണമെന്ന് ഒന്ന് വീട് വരെ വരണം. ആ, ഞാൻ ഉടനെ വരാം. ആരാ ഈ പച്ച? എനിക്ക് തെറ്റുപറ്റി. ദൈവം ഉണ്ട് എന്ന് പറയുന്നത് പുളുവൊന്നുമല്ല, ഉണ്ട്. അച്ഛൻ ധൈര്യമായിട്ട് വിശ്വസിച്ചോ, ഞാനാ പറയണം. ഇല്ലെങ്കിൽ ഈ ഫോൺ ഞാൻ തന്നെ എടുക്കണോ? ഇന്നലെയുള്ളോർ ഇന്നിവിടില്ല, ഇനി വരികില്ല, യാത്രക്കാരാ മുന്നിലതാ നിൻ കബറിടമല്ലോ. അതാ ഈപ്പച്ചനല്ലേ? കൂടെ ഉള്ളത് ആരാ? സാറാമ്മച്ചിയുടെ ആങ്ങള ശാന്തി. ഓ, പാതാളക്കരണ്ടിയിലെ ചട്ടമ്പി. എന്താ ഇപ്പ? അല്ല, കൊച്ചാങ്ങളെയോ? ഇതെന്താ ഈ നേരത്തെ? വിവരങ്ങളൊക്കെ അകത്തോട്ട് വന്നിട്ട് അകത്തോട്ട് കയറട്ടെ. ആ വാ വാ. എന്തോ കുഴപ്പമുണ്ടല്ലോ. ആ കത്തനാരൊരു വിടുവായന. കുംഭസാര രഹസ്യം നാട്ടുകാരും മുഴുവൻ അറിയും. എന്റെ അപ്പനോ പോയി. വയസ്സാം കാലത്ത് നിന്റെ അപ്പൻ കൊലക്കുറ്റത്തിന് കയറേ തൂങ്ങും. അതുമല്ല, മോഷണം മുതലൊക്കെ തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞ പിന്നെ ഈ വീട്ടിൽ ഉപ്പുഭരണി മാത്രമേ ശേഷിക്കുള്ളൂ കുട്ടപ്പ. ഞാൻ എന്ത് ചെയ്യണോ നീ പറയുന്നേ? ഇഷ്ടദാനം. അറക്കളം പീലിയുടെ സ്വത്തുക്കള് അതിയാൻ നിന്റെ പേരിൽ ഇഷ്ടദാനം എഴുതാൻ പോണു. പാതാളക്കരണ്ടിയിലെ പെണ്ണ് പട്ടിണി കിടക്കാൻ ഒക്കുകയല്ല. ഞാൻ ബലവിച്ചോളാം. ഇത് വല്ല നടക്കുന്ന കാര്യമാണോ അളിയ? എടാ ഈപ്പച്ച, എന്റെ അപ്പന് ഇപ്പോഴും 2 പേരുടെ വിലവാ. അത് താൻ വിട്ടുപിടി. ഇങ്ങോട്ട് വന്നേ. നിങ്ങൾ ഇങ്ങ് വന്നേ. ഇങ്ങോട്ട് വാ മനുഷ്യ, വാ. അയ്യോ, ആരാ? വികാരിയച്ഛനാണോ? അതേ പീലി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്താ കുപ്പിയില്? ആനവെള്ളാണോ? അല്ല, മൂറോൻ തൈല. അന്ത്യകുദാശയ്ക്ക് മൂറോൻ തൈലം.
എടാ ഈപ്പ, നീ എന്റെ അപ്പനെ ചതിച്ചു ഒന്നല്ലടാ. ഇട്ടിയും പീലിയും ഒരുമിച്ച് വളർന്നു, അവരൊരുമിച്ച് തന്നെ പോട്ടടാ. ഈ കടലാസുകളും കൊണ്ട് ഞാൻ അങ്ങോട്ട് പോവുക. ചാകുന്നതിന് മുമ്പ് പീലിച്ചായൻ എന്നോടൊരു വാക്ക് പറഞ്ഞു. മോനെ ഈപ്പച്ച, നിന്റെ അപ്പനെ ഞാൻ കൊന്നു. അതിന്റെ പ്രായച്ചിത്തായിട്ട് എന്റെ എസ്റ്റേറ്റുകളൊക്കെ നീ എടുത്തോടാന്ന്. അല്ല അപ്പൊ എന്ന് വെച്ച് പ്രാക്ക് കിട്ടുന്ന പണിക്കൊന്നും ഞാനില്ല. ഈ വീടും ചന്തയിലുള്ള കടമുറികളും തിയേറ്ററും നിനക്ക് തന്നെ. അത് മതിയല്ലോ കുട്ടപ്പ, നിനക്കൊരു ചെറുക്കനല്ലേ ഉള്ളൂ. ആ പറഞ്ഞതുപോലെ ആ കുരുത്തം കെട്ട ചെറുക്കൻ എവിടെടാ? കൊല്ലടാവനെ, എടാ പിടിക്കാൻ, പിടിക്കടാ. ഒരു കൊച്ചു ബേബി ചാണ്ടി ചായനെ കൊല്ലല്ലടാ. എടാ ഒരു അബദ്ധം പറ്റി പോയതാടാ. പുറകെ ചെന്ന് കൊല്ലടാവനെ. വിഷവിത്താവൻ, വിഷവിത്ത്. ആ വിത്ത് മൂത്ത് വരാൻ ഇനി സമയമെടുക്കും. പക്ഷേ മൂത്ത് മൂത്ത് കാതിലുറച്ചു പോയ നീ എനിക്കൊരു പ്രശ്നമാണ്.